أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ലഹബിൻ്റെ 4 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: താമസിയാതെ അവൻ ജ്വാലയുള്ള അഗ്നിയിൽ പ്രവേശിക്കുന്നതാണ്. വിറക് ചുമട്ടുകാരിയായ അവൻ്റെ ഭാര്യയും അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറുണ്ട്. ഈ 3 ആയത്തുകളുടെയും വിശദീകരണമാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ സയസ്ല നാറൻ സാത്ത ലഹബിൻ എന്ന വചനത്തിൽ നാർ എന്ന പദത്തിന് തീ എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്, മറിച്ച് മുഫറദാത്തിൽ പറയുന്നു അഗ്നിജ്വാലകൾക്കും നാർ എന്ന് പറയും. അതുപോലെ തന്നെ കടുത്ത ചൂടിനെയും നരകത്തിലെ അഗ്നിയെയും നാർ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ യുദ്ധത്തിനും ഈ പദം ഉപയോഗിക്കുന്നു. അതിനാൽ ഇവിടെ സയസ്ല നാറൻ എന്നതുകൊണ്ട് അവൻ തീർച്ചയായും തീയിൽ വീഴും, അല്ലെങ്കിൽ അവൻ ഒരു യുദ്ധത്തിൽ കിടക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അറബി മുഹാവരകളിലും, അതായത് പഴഞ്ചൊല്ലുകളിലും യുദ്ധത്തിന് നാർ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അതിനാൽ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അബൂലഹബി പ്രസ്ഥാനങ്ങൾ ഒരു ഉഗ്രമായ യുദ്ധത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അത് തീജാലകൾ കൊണ്ടുള്ള ഒരു യുദ്ധമായിരിക്കും. ആ രീതിയിലുള്ള യുദ്ധം മുമ്പൊരിക്കലും ആരും കണ്ടിട്ടുണ്ടാകില്ല. കാരണം ഇവിടെ നാർ എന്ന പദം നഖ്രയാണ്. നഖ്ര എന്ന് പറയുമ്പോൾ അത് ആ പദത്തിൻ്റെ മഹത്വത്തെ, അതല്ലെങ്കിൽ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്നു. ഇവിടെ അത് ആ പദത്തിൻ്റെ, അതായത് ഭീകരത എത്രമാത്രം ഉണ്ടാവുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ആയത്തിൽ ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണുള്ളത്. ഈ രാജ്യങ്ങൾ ഭയാനകമായ ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുമെന്ന് ഈ വചനം പറയുന്നു. അവർ പരസ്പരം പോരാടി നശിക്കുകയും ചെയ്യും. അതിനുശേഷം വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അബൂലഹബി ശക്തികൾ മാത്രമല്ല ഈ തീയിലോട്ട് പ്രവേശിക്കുന്നത്, മറിച്ച് വിറക് ചുമട്ടുകാരിയായ ഭാര്യയും അതിൽ പ്രവേശിക്കുന്നതാണ്. അറബിയിൽ ഇംറഅത്തുൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ് അർത്ഥം. എന്നാൽ ആരുടെയെങ്കിലും കീഴിലുള്ളവരെയും ആരുടെയെങ്കിലും സ്വാധീനത്തിലുള്ള ആൾക്കും ഈ വാക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഹതബ എന്ന പദം തീ കത്തിക്കാനായി ഉണക്കിയെടുത്ത മരത്തിൻ്റെ തടിയെ ഹതബ എന്ന് വിളിക്കുന്നു. അതായത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ധനം. ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അബൂലഹബ് എന്ന പേരിന് അർഹരായ രാജ്യങ്ങൾ മാത്രമല്ല, അവരുടെ കൂടെ സ്വന്തം നേട്ടത്തിനായി ചേരുന്ന അവരുടെ സഖ്യകക്ഷികളുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് തന്നെയുള്ള ചില ആളുകളും ഉണ്ടാവും, അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളും ഉണ്ടാകും. അവർ ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും ഇസ്ലാമിനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തങ്ങളുടെ സർക്കാരുകളെ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കും. അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ സാഹിത്യങ്ങൾ എഴുതുകയും ഇസ്ലാമിനെതിരെ യുദ്ധത്തിന് ജനതയെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അവർ ഇന്ധനം നൽകുകയും ഇസ്ലാമിനെതിരെ അപവാദം പറയുകയും തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഇസ്ലാമിനെതിരെ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ മുന്നോട്ട് അല്ലാഹു പറയുകയാണ്, ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, അതായത് അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറുണ്ടായിരിക്കുമെന്ന്. ഇവിടെ മസദ് എന്ന പദം സൂചിപ്പിക്കുന്നത് വളരെ ശക്തിയുള്ള ഒരു കയറിനെ കുറിച്ചാണ്. അത് പൊട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ അബൂലഹബിൻ്റെ ഭാര്യ എന്ന് ഉപമിച്ച കൂട്ടം ആൾക്കാർ, അതായത് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ഇസ്ലാമിനെതിരെ ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹം, ഇസ്ലാമിനോടുള്ള അവരുടെ എതിർപ്പ് അത് നീക്കം ചെയ്യാൻ പ്രയാസമായിരിക്കും. പ്രത്യക്ഷത്തിൽ ഈ സർക്കാരുകളെ സ്വതന്ത്രരെന്ന് വിളിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അവർ അവരുടെ കാലത്തെ ആചാരങ്ങളുടെ അടിമകളായിരിക്കുമെന്നും സൂചനയും ഈ ആയത്തിലുണ്ട്. സർവശക്തനായ അള്ളാഹു
അവരെ മോചിപ്പിക്കുന്നതുവരെ അവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുകയില്ല. ഇതോടുകൂടി ഈ സൂറത്തിനെ കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ജസാക്കുമുല്ലാഹു വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.